അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യൻ വിമാനത്തിൽ മലയാളി യാത്രക്കാരും ഉണ്ടെന്ന് സൂചന. വിമാനത്തിലെ യാത്രക്കാരുടെ ലിസ്റ്റിൽ മലയാളി പേരുകളും ഉൾപ്പെട്ടതാണ് ഇത്തരമൊരു സംശയത്തിന് ഇട നൽകുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. 242 യാത്രക്കാരിൽ 169 ഇന്ത്യക്കാർ, 53 ബ്രിട്ടീഷുകാർ, 7 പോർച്ചുഗീസുകാർ, 1 കർണാടകക്കാരൻ എന്നിങ്ങനെയാണ് ഉൾപ്പെടുന്നത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടെ മരണം 100 കടന്നു എന്നാണ് വിവരം. ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ വിമാന അപകടമാണ് അഹമ്മദാബാദിൽ എന്നതാണ് സൂചന. പരിചയസമ്പന്നനായ പൈലറ്റ് തന്നെയായിരുന്നു വിമാനം പറത്തിയിരുന്നത്. ഫസ്റ്റ് ഓഫീസർ കൈവ് സുന്ദറിനൊപ്പം ക്യാപ്റ്റൻ സുമീത് സമ്പർവാളായിരുന്നു വിമാനം പറത്തിയിരുന്നത്. 8200 മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ളയാളാണ് ക്യാപ്റ്റൻ സുമീത് സമ്പർവാൾ. കോ പൈലറ്റിന് 1100 മണിക്കൂർ പറക്കാൻ അനുഭവം ചെയ്ത് വെറും 8 മിനിറ്റ് കഴിഞ്ഞ ഉടനെയായിരുന്നു അപകടം. 1:39 സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പറന്നുയർന്ന് 1 മിനിറ്റിനുള്ളിൽ എയർ ട്രാഫിക് കൺട്രോൾ മായുള്ള ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. അല്പസമയത്തിനുള്ളിൽ തകർന്നു വീഴുകയും ചെയ്തു. 622 അടി ഉയരത്തിൽ നിന്നാണ് അഗ്നിഗോളമായി വിമാനം താഴേക്ക് അപകടത്തിൽപ്പെട്ട ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം ഏറെ സുരക്ഷാ സൗകര്യങ്ങൾ ഉള്ളതാണ്. അതിനാൽ പൊതുവെ അപകടപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വരും മണിക്കൂറുകളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ.